നിയോഗത്താലി. രചന അവതരണം മിത്രവിന്ദ. എത്രയൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടും ഉറക്കം വരാതെ കിടക്കുകയാണ് ശ്രീനന്ദ. ചേ, ആകെ നാണക്കേടായല്ലോ. ആൾ എന്ത് കരുതി കാണും. അവൾക്കാണെങ്കിൽ കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഓർക്കും തോറും വല്ലാത്തൊരു ഉൾക്കിടലം പോലെ. തലവിഴി മൂടിയ പുതപ്പ് അല്പം മാറ്റി. അതർ ഉറങ്ങിയോ എന്ന് നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഉള്ളിലെ ഭയം കാരണം അവൾ അത് വേണ്ടെന്ന് വെച്ചു. മിഴികൾ ഇറുക്കിയടച്ച് കിടക്കുകയാണ്. അരമണിക്കൂറായി രാമനാമം ജപിക്കുന്നുണ്ട്. എന്നിട്ട് പോലും നിദ്രാദേവി അവളെ പുൽകിയില്ല. അടുത്ത ദിവസം രാവിലെ അതർവായിരുന്നു ആദ്യം എണീറ്റത്. അവൻ നോക്കിയപ്പോൾ ശ്രീനന്ദ നല്ല ഉറക്കത്തിലാണ്. തലവഴി മൂടിപ്പുതച്ചാണ് കിടന്നതെങ്കിലും ഇപ്പോഴാ പുതപ്പ് അവളുടെ ദേഹത്തു നിന്ന് വേർപെട്ട് ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. എന്തോ അവളുടെ ആ കിടപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ അതർവിന് അവളോട് വല്ലാത്തൊരു തരം വാത്സല്യം കലർന്ന സ്നേഹമായിരുന്നു തോന്നിയത്. പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ച ശേഷം അവൻ കിടക്ക വിട്ട് എണീറ്റു. നേരെ വാഷ്റൂമിലൊക്കെ പോയി. ഒന്ന് ഫ്രഷായ ശേഷം അവൻ ജിമ്മിലേക്കാണ് കയറിപ്പോയത്. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് അതർവ് വന്നപ്പോൾ ശ്രീനന്ദ റൂമിലുണ്ടായിരുന്നില്ല. താഴെ നിന്നും ആര്യൻകുട്ടന്റെ ബഹളം കേൾക്കാം. അവൻ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ ആര്യൻകുട്ടന്റെ പിന്നാലെ ഓടുകയാണ് ശ്രീനന്ദ. ശ്രീനന്ദ! അതർവ് ഉറക്ക വിളിച്ചതും കടിഞ്ഞാണിട്ടതുപോലെ അവൾ നിന്നു. അവന്റെ മുഖത്തേക്ക് നോക്കാൻ പെണ്ണിന് വല്ലാത്ത നാണം. പാതി കുനിഞ്ഞ മുഖത്തോടെയാണ് അവൾ നിൽക്കുന്നത്. അതർവ് അടുത്തേക്ക് ചെന്നിട്ട് അവളുടെ അരികിലായി നിന്നപ്പോൾ ശ്രീനന്ദ മെല്ലെ മുഖമൊന്ന് ഉയർത്തി നോക്കി. കോളേജിൽ പോകണ്ടേ തനിക്ക്? അവൻ ചോദിച്ചതും പോകണമെന്ന് അവൾ തലകുലുക്കി. സമയം എത്രയായിന്ന് വല്ല ബോധവുമുണ്ടോ? അപ്പോഴാണ് അവൾ ക്ലോക്കിലേക്ക് നോക്കിയത്. 8 മണിയാവാൻ തുടങ്ങുന്നു. അയ്യോ, നേരെ എത്രയായോ? അവൾ നെറുകെ കൈവച്ചു. അല്ലാതെ പിന്നെ തനിക്ക് വേണ്ടി ടൈം അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് നിന്ന് തരുമോ? അവനും പെട്ടെന്ന് ദേഷ്യം വന്നു. ആര്യൻകുട്ടാ, നീ കുളിക്കുന്നില്ലേ? അതർവ് കുഞ്ഞിന്റെ നേരെ തിരിഞ്ഞു. ആ സമയത്ത് ശ്രീനന്ദ ആര്യൻകുട്ടനെയും എടുത്തുകൊണ്ട് സ്റ്റെപ്പുകൾ കയറിപ്പോയിരുന്നു. അവരുടെ രണ്ടാളുടെയും കളിച്ചിരിയും ബഹളവും കണ്ടുകൊണ്ടാണ് ഇന്ദിര അടുക്കളയിൽ നിന്ന് വന്നത്. എന്തൊരു ബഹളോ ഇവിടെ! ബാക്കിയുള്ളവർക്കാർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. അതർവ് അമ്മയുടെ ദേഷ്യത്തിൽ പറയുകയാണ്. സത്യത്തിൽ ഇപ്പോഴാണ് ഇതൊരു വീടായത്. എന്റെ മോള് വന്ന് കയറിയതിന്റെ ഐശ്വര്യമാണ് ഈ കാണുന്നതൊക്കെ. അമ്മ എന്താണ് ഉദ്ദേശിച്ചത്? അവൻ തെല്ല് ദേഷ്യത്തോടെ അവരെ നോക്കി ചോദിച്ചു. നിന്റെ വിവാഹത്തിന് മുൻപ് വരെ ഈ വീട് ഉറങ്ങിക്കിടക്കുകയാണോന്ന് വരുന്നവരൊക്കെ ചോദിക്കുമായിരുന്നു. ഒരു കുഞ്ഞുണ്ടെങ്കിൽ പോലും ഇവിടെ ആളും അനക്കോ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ഇന്നിപ്പോ അങ്ങനെയാണോ? ആര്യൻകുട്ടൻ സംസാരിക്കാൻ തുടങ്ങിയതുപോലും ശ്രീമോൾ വന്നതി പിന്നെയാ. നിന്നെ കണ്ടാൽ ആ കുഞ്ഞിന് മുട്ടുവിറയ്ക്കും. പട്ടാളച്ചിട്ടയിലല്ലേ നീ എന്റെ മോനെ വളർത്തിക്കൊണ്ടുവന്നത്? ഇപ്പൊ നീ ഒന്ന് കണ്ടേ ആ കുഞ്ഞിന്റെ മുഖത്തെ പ്രസരിപ്പും സന്തോഷവുമൊക്കെ. പാവം എന്റെ കുട്ടി. ശ്രീമോളെന്ന് വെച്ചാ അവന് ജീവനാ. മതി മരുമകളെ പുകഴ്ത്തി പറഞ്ഞത്. ഒരുപാട് തലയിൽ കയറ്റി വെക്കാതിരിക്കുന്ന നല്ലത്. നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൾ നിന്നോട് എന്തെങ്കിലും തെറ്റിയതോ? പെട്ടെന്ന് ഇന്ദിര ചോദിച്ചതും അവനൊരു ഉത്തരമില്ലാതായി. ശത്രുക്കൾക്ക് പോലും ഒരാപത്ത് വരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്ന കുട്ടി അവൾ. ഇങ്ങനൊരു മകളെ ഈശ്വരൻ എനിക്ക് തന്നല്ലോ. സദാ നേരവും ഞാൻ ഈശ്വരനോട് നന്ദി പറയുക ചെയ്യുന്നേ. അത്രയ്ക്ക് പാവമാണവള്. നിനക്കവളെ മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിൽ അതെന്റെ കുഴപ്പമല്ലടാ. നീരസത്തോടെ ഇന്ദിര വീണ്ടും അടുക്കളയിലേക്ക് പോയി. മാധവൻ തൊടിയിൽ നട്ടിരിക്കുന്ന പച്ചക്കറികളൊക്കെ നനയ്ക്കുകയാണ്. ആദ്യം അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. ആ മോനെ, ഇന്ന് ഓഫീസിൽ പോവണ്ടേ നിനക്ക്? പോണോ അച്ഛാ? കുറച്ചു സമയം അവൻ അച്ഛൻ്റെ കൂടെ നിന്ന് പച്ചക്കറികളൊക്കെ നനയ്ക്കാൻ സഹായിച്ചു. അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സകല പച്ചക്കറികളും ആ തൊടിയിലുണ്ട്. നിനക്ക് എപ്പോഴാണ് മോനെ പോകേണ്ടത്? പതിവ് സമയത്ത് തന്നെ. എന്താ അച്ഛാ? അച്ഛൻ എവിടെയെങ്കിലും പോണോ? വേണ്ട മോനെ, എനിക്കൊരിടത്തേക്കും പോകണ്ട. ശ്രീമോളെ ഒറ്റയ്ക്ക് വിടാനൊരു മടി. അതുകൊണ്ടേ നീ ഇന്ന് അല്പം നേരത്തെ ഇറങ്ങുവാണെങ്കിൽ മോളെ കോളേജിലേക്കൊന്ന് ഇറക്കി കൊടുക്കായിരുന്നു. അഥർവ്വതിന് മറുപടിയൊന്നും കൊടുത്തില്ല. അവന് ദേഷ്യമാണോ അതോ സമ്മതമാണോ എന്ന് മാധവന് മനസ്സിലായതുമില്ല. അച്ഛാ! ആര്യൻകുട്ടൻ വിളിക്കുന്ന കേട്ട് അഥർവ് തിരിഞ്ഞു നോക്കി. സ്കൂളിൽ പോകാൻ റെഡിയായി വന്ന് നിൽക്കുകയാണ് ആര്യൻ. ഇത്ര വേഗം റെഡിയായോ എന്ന് അഥർവ് ചിന്തിച്ചു. സാധാരണയായി അവനെ സ്കൂളിൽ പോകുവാൻ വേണ്ടി യൂണിഫോമൊക്കെ ഇട്ടുകൊടുക്കുന്നതും അവനെ റെഡിയാക്കുന്നതും അഥർവായിരുന്നു. അവൻ കുഞ്ഞിന്റെ അരികിലേക്ക് കയറി വന്നു.
ആന്റി ഡ്രസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അച്ഛന് പിണക്കമുണ്ടോ? അവന്റെ മുഖം കണ്ടിട്ട് ആര്യം ചോദിച്ചു. ഇല്ലല്ലോ. അച്ഛൻ ആര്യൻകുട്ടനോട് ഒരു പിണക്കവും ഇല്ലാട്ടോ. മോനിപ്പോ ഗുഡ് ബോയ് ആയി. കുഞ്ഞിന്റെ കവളിലൊന്ന് തലോടിക്കൊണ്ട് അഥർവ് അവന്റെ വലങ്കയിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. ശ്രീനന്ദ ഒരു പ്ലേറ്റില് ദോശയും ഇത്തിരി സാമ്പാറും എടുത്തുകൊണ്ട് കസേരയിലിരുന്നു. ഒന്ന് രണ്ട് ചെറിയ പീസസ് പ്ലേറ്റിലിരിപ്പുണ്ട്. ആര്യൻകുട്ടിന് കൊടുക്കുവാനാണെന്ന് അഥർവിന് മനസ്സിലായി. വേണ്ടാത്ത ശീലങ്ങളൊന്നും തുടങ്ങി വെക്കേണ്ടെന്ന് ഞാൻ തന്നോട് പലതവണ പറഞ്ഞതല്ലേ. അഥർവ് വഴക്കു പറഞ്ഞെങ്കിലും ശ്രീനന്ദ മറുപടിയൊന്നും പറയാതെ ദയനീയമായിട്ട് കുഞ്ഞിനെ നോക്കി. അച്ഛാ, ഞാൻ ആന്റിയോട് പറഞ്ഞേ ഒരുമിച്ച് കഴിക്കാന്ന്. ഞാനും ആന്റിയും ഒരു പ്ലേറ്റിൽ കഴിച്ചോട്ടെ. അത് ബാഡ് ഹാബിറ്റാണോ അച്ഛാ? അവൻ ചോദിച്ചതും അഥർവ് പ്രത്യേകിച്ചും മറുപടിയൊന്നും കൊടുത്തില്ല. അച്ഛന് ദേഷ്യമായും തോന്നു അല്ലേ ആന്റി? അഥർവ് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ അവൻ ചോദിക്കുന്നത് കേട്ടു. തിരിച്ചൊന്നും ശ്രീനന്ദ ആ കുഞ്ഞിനോട് പറഞ്ഞതുമില്ല. രണ്ടാളും ചേർന്ന് വേഗം തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു തീർത്തു. ശ്രീനന്ദയാണ് ആദ്യം ഇറങ്ങുന്നത്. ആര്യൻകുട്ടന്റെ ബസ് വരുമ്പോൾ ഇത്തിരി ലേറ്റാകും. കോളേജിൽ പോകുവാനായി ടിഫിൻ ബോക്സ് ഒക്കെ എടുത്ത് അവൾ ബാഗിലേക്ക് വെച്ചു. അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അഥർവ് കാറിന്റെ കീയും എടുത്ത് ഓഫീസിൽ പോകുവാനായി റെഡിയായി വന്നത്. അവൻ വരുന്നത് കണ്ടതും ഇന്ദിരയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മോളെ, മോൻ്റെ കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി ഇറങ്ങിക്കോട്ടോ. ഇനി അച്ഛൻ വെറുതെ എന്തിനാ ഡ്രൈവ് ചെയ്ത് അവിടെ വരെ വരേണ്ടത്? മാധവനെ നോക്കിയൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അഥർവ് കാറെടുക്കുവാനായി പോയി. ആര്യൻകുട്ടന്റെ കവളിൽ മുത്തം കൊടുത്ത ശേഷം ശ്രീനന്ദ അവന്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അവരുടെ കാറ് ഗേറ്റ് കടന്നു പോകവേ ഇന്ദിര ഉമ്മറത്തെ ചുവരിലിരിക്കുന്ന ഗുരുവായൂരപ്പനെ നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ ഭഗവാനെ, കുഞ്ഞുങ്ങൾക്ക് രണ്ടാൾക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയുവാൻ നീ അനുഗ്രഹിക്കണേ. എടോ, താനിങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. നോക്കിക്കോ, ശ്രീനന്ദ ഈ കുടുംബത്തിന്റെ മഹാലക്ഷ്മി തന്നെയാണ്. അവൾ നമ്മുടെ മകനെ അടിമുടി മാറ്റിയെടുക്കും. എത്രയൊക്കെ ആയാലും ശരി, അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ കുട്ടിയോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് അവൻ അവളെയും കൂട്ടി ഇവിടെ നിന്ന് ഇപ്പം ഇറങ്ങിയത് പോലും. അല്ലെങ്കിലും ആർക്കാണ് മാധവേട്ട അവളോട് ഇഷ്ടമില്ലാത്തത്? എന്തൊരു പാവമാണ് അവള്. ചെറുപ്പത്തിലെ അനാഥയായിപ്പോയ കുട്ടിയല്ലേ, അമ്മയില്ലാതെ വളർന്നവൾ. എന്നോടെന്ത് കാര്യമാണെന്നോ? എനിക്കെന്റെ ശ്രീമോളെ ജീവന്റെ ജീവനാണ്. വാക്കുകൾ ഇടാ ഇരിക്കുവാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടാണ് ഇന്ദിര പറയുന്നതെങ്കിലും അവസാന വാചകത്തിൽ അവർ വിതുമ്പിപ്പോയി. അച്ചമ്മ കരയാണെന്ന് കണ്ടതും പാവ ആര്യൻകുട്ടനും വിഷമമായി. അവൻ ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ട് അച്ചമ്മയെ നോക്കി. കുഞ്ഞ് കരയുന്ന കണ്ടില്ലേ? തനിക്കിത് എന്തിന്റെ കേടാ? വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. പെട്ടെന്ന് മാധവൻ ഇന്ദിരയെ വഴക്കു പറഞ്ഞ് അകത്തേക്ക് കയറ്റിവിട്ടു. അപ്പോഴേക്കും സ്കൂൾ ബസ് എത്തിയിരുന്നു. മാധവനാണ് ആര്യൻകുട്ടനെ ബസ്സിൽ കയറ്റി വിടുവാനായി ചെന്നത്. അപ്പോഴേക്കും ഇന്ദിരയും ഓടി വന്നു. മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും അച്ചമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി വെക്കാട്ടോ. ഇന്ദിര പറഞ്ഞതും ആര്യൻ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. കുഞ്ഞിന്റെ കവളിൽ മുത്തം കൊടുത്തുകൊണ്ട് ഇന്ദിരയും മാധവനും അവനെ യാത്രയാക്കി. ഈ സമയത്ത് അഥർവിന്റെ കാറ് ബസ് സ്റ്റോപ്പും കടന്ന് മുന്നോട്ട് പോകുകയാണ്. ഞാനിവിടെ ഇറങ്ങിക്കൊള്ളാമായിരുന്നു, വെറുതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശ്രീനന്ദ സാവധാനം പറയുകയാണ്. അതിനെനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നോട് ആരാ പറഞ്ഞത്? അഥർവ് തിരിച്ചെങ്ങനെ ചോദിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതാത്തതുകൊണ്ട് പെട്ടെന്ന് എന്താണ് പറയേണ്ടതെന്നറിയാതെ അവൾ ഇരിക്കുകയാണ്. ഡോ, തന്നോടാ ചോദിച്ചത്. എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് ഇയാൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? അല്ല, ഓഫീസിലേക്ക് പോകണ്ടേ? എന്നെ കോളേജിലേക്ക് ഇറക്കിയ ശേഷം പോകുമ്പോ ഏട്ടന് സമയം പോയാലോ? ഏട്ടൻ? അവളുടെ ആ വിളിയിൽ അവന്റെ മുഖത്ത് വല്ലാത്തൊരു പ്രസാദം. കോളേജിൽ നിന്നും വേറെ റൂട്ടിലല്ലേ ഓഫീസിലേക്ക് പോകുന്നത്, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. ശ്രീനന്ദ വീണ്ടും ശബ്ദമുയർത്തി. അത്രയ്ക്ക് ഭാരിച്ച കാര്യങ്ങളോർത്തൊന്നും താൻ ബുദ്ധിമുട്ടേണ്ട. വൈകുന്നേരം എത്ര മണിവരെ കാണും ക്ലാസ്? സാധാരണ ഈ 4 മണിക്ക് മുന്നേ വിടും. ചിലപ്പോൾ സ്പെഷ്യൽ ക്ലാസ് കാണും. ഇന്ന് ഇയാൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. ശരി, വൈകുന്നേരം താൻ ഇവിടെ നിന്നാ മതി, ഞാൻ വന്നേക്കാം. അഥവാ എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ വണ്ടി പറഞ്ഞു വിടാം. താൻ ഫോൺ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അയ്യോ, സോറി അഥർവേട്ട, ഫോൺ എടുക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി.
അവൾ തലയിൽ കൈവച്ചുകൊണ്ട് അവനെ നോക്കി. സാരമില്ല, ഇനി മറക്കാതിരുന്നാ മതി. എന്തായാലും വൈകുന്നേരം ഞാനിവിടെ കാണും. താൻ ബസ്സിൽ കയറി ബുദ്ധിമുട്ടി പോകുന്നും വേണ്ട. അഥവാ എനിക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഡ്രൈവറെ പറഞ്ഞയക്കാം. അപ്പോഴേക്കും അവന്റെ വണ്ടി കോളേജ് ഗേറ്റിന്റെ അരികിലെത്തിയിരുന്നു. തന്റെ കൈ ക്യാഷ് ഉണ്ടല്ലോ അല്ലേ? ഓവ്, ഏട്ടൻ തന്നത് അതേപോലെ എന്റെ കയ്യിലുണ്ട്. ആ, എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ എടുത്താൽ മതി. അതിനുവേണ്ടി തന്നതാ. ഉം. അവൾ തലകുലുക്കി സമ്മതിച്ചു. അഥർവിനോട് യാത്ര പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ശ്രീനന്ദയ്ക്ക് എന്തൊക്കെയോ ഒരു വിഷമം പോലെ. തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് അവൾ കോളേജിലേക്ക് കയറിപ്പോയത്. അവൾ വരാന്തയിലേക്ക് കയറുന്നതുവരെ അഥർവിന്റെ കാർ അവിടെ കിടക്കുകയായിരുന്നു. എന്താണെന്നറിയില്ല, അവനോട് ഏറെ നേരം ഒരുപാട് സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹം പോലെ തോന്നുന്നു. ആളെ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവാത്ത ഒരു ഫീല്. ആൾക്ക് ദേഷ്യമൊക്കെ ഇത്തിരി കൂടുതലാണ്. എന്നാലും മനസ്സിന്റെ കോണിൽ എവിടെയോ തന്നോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. പലവിധ ചിന്തകളിൽ അവൾ ക്ലാസ് റൂമിലേക്ക് കയറി വന്നത്. ഈ സമയത്ത് കാർ ഓടിച്ചു പോകുമ്പോൾ അഥർവിന്റെ മനസ്സിലും അവൾ മാത്രമായിരുന്നു. ഒരുപാട് നന്മയുള്ളവൾ, ഒരു നെയ്ത്തിരുനാളത്തിന്റെ വിശുദ്ധിയുള്ളവൾ, നാട്ടിൻപുറത്തിന്റെ എല്ലാ നൈർമല്യവും ഉള്ളവൾ. ആര്യൻകുട്ടനോട് അവൾ കാണിക്കുന്ന കരുതൽ, ആ സ്നേഹം, അതൊക്കെ അഥർവിന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ടാണ് അവൾ തന്റെ അച്ഛന്റെ അമ്മയുടെയും ഒക്കെ മനസ്സ് കീഴടക്കിയത്. തലേ രാത്രിയിലെ ഓർമ്മകളിൽ അവന്റെ ചുണ്ടിൽ വീണ്ടും ഒരു പുഞ്ചിരി വിരുന്നെത്തി. പെട്ടെന്നുള്ള പ്രവൃത്തിയാണെങ്കിൽ പോലും അവളെ എടുക്കേണ്ടിയിരുന്നില്ലെന്ന് പിന്നീടാണ് അഥർവ് ഓർത്തത്. എന്റെ ദേഹത്താരും തൊടണ്ടെന്ന് പെണ്ണ് വയലന്റായിട്ട് പറഞ്ഞതോർത്തപ്പോ അവന്റെ ചുണ്ടിലെ പുഞ്ചിരിക്ക് പോലും വല്ലാത്തൊരു ഭാവമായിരുന്നു. കോളേജിൽ ചെന്നെങ്കിലും ശ്രീനന്ദയ്ക്കാകെ ഒരു ഉന്മേഷക്കുറവ്. പാർവതി ഇല്ലാത്താണ് കാരണം. കൂട്ടുകാരികളൊക്കെ ശ്രീനന്ദയോട് പാർവതിയുടെ വിശേഷം ചോദിച്ചു. അവളുടെ ഏട്ടൻ ഓക്കെയാണെന്നും 2 ദിവസത്തിനുള്ളിൽ അവൾ കോളേജിലേക്ക് വരുമെന്നുമൊക്കെ ശ്രീനന്ദ കൂട്ടുകാരോട് പറഞ്ഞു. എങ്ങനെയൊക്കെയോ ആ ദിവസം അവൾ തള്ളി നീക്കിയെന്ന് വേണം പറയാൻ. എങ്ങനെയെങ്കിലും ഒന്ന് കോളേജ് വിട്ടാൽ മതിയെന്നായി അവളുടെ ചിന്ത. അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അഥർവ് അവളെ പിക്ക് ചെയ്യാൻ വരുമല്ലോ എന്നോർത്തത്. എന്നാൽ അഥർവിന് പകരം മറ്റൊരാളെയായിരുന്നു അവൻ കാറുമായി വിട്ടത്. പെട്ടെന്ന് ആളെ കണ്ടത് അവൾക്ക് മനസ്സിലായില്ല. അവൾ ചുറ്റിനും നോക്കിക്കൊണ്ട് കാറിന്റെ അരികിലേക്ക് വന്നു. ആ സമയത്ത് കാറിലുണ്ടായിരുന്ന ആള് ഇറങ്ങി വന്നിട്ട് ആ കുട്ടി വന്നെന്നും ഞാൻ കൊടുക്കാമെന്നുമൊക്കെ പറഞ്ഞ് ഫോൺ അവളുടെ നേർക്ക് നീട്ടി. സാറ് പറഞ്ഞു വിട്ടതാണെന്ന് അയാൾ പറഞ്ഞതും ശ്രീനന്ദ ഫോൺ വാങ്ങി കാതോട് ചേർത്ത് വെച്ചു. ഹലോ ഏട്ടാ. ആ ശ്രീനന്ദ, ഞാനൊരു മീറ്റിങ്ങിലാണ്, അതുകൊണ്ട് എനിക്ക് വരാൻ സാധിച്ചില്ല. താൻ ഡ്രൈവറുടെ കൂടെ വീട്ടിലേക്ക് പോയിക്കോളൂ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടൻ എന്നെ വിളിക്കണം. ശരി ഏട്ടാ. ഏട്ടൻ എപ്പോഴാ വരുന്നേ? പെട്ടെന്ന് അവൾ ചോദിച്ചു പോയി. ഞാൻ വരാൻ ലേറ്റാകും. എന്താടോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ലില്ല, ഒരാവശ്യവുമില്ല. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആ, ആര്യൻകുട്ടനോടൊപ്പം വികൃതി കാണിക്കാതെ മര്യാദക്കിരുന്ന് എന്തെങ്കിലും പഠിച്ചോണം. പെട്ടെന്ന് അവൻ ഒരു കലിപ്പൻ ഫാദറിനെ പോലെയാണ് സംസാരിച്ചതെന്ന് അവൾക്ക് തോന്നിപ്പോയി. ഡോ, വെച്ചിട്ട് പോയോ? വീണ്ടും അവന്റെ ശബ്ദം. ഇല്ല, പോയില്ല, ഞാനിവിടെയുണ്ട്. താൻ കാറിലേക്ക് കയറിക്കോളൂ. ഈ ഫോൺ ഡ്രൈവർക്ക് കൊടുക്ക. ശരി. അവൾ ഫോൺ ഡ്രൈവറുടെ കയ്യിലേക്ക് കൊടുത്തു. അഥർവ് അയാളോടും എന്തൊക്കെയോ സംസാരിച്ചു. ശ്രീനന്ദ പിൻസീറ്റിലാണ് കയറിയിരുന്നത്. അഥർവിനെ കാണുവാനായി ഓടി വന്നതും അവന് പകരം മറ്റൊരാളെ കണ്ടപ്പോ പെണ്ണിന്റെ ഉള്ളിൽ എന്തോ ഒരു സങ്കടമായിരുന്നു. താൻ ഇത്രമാത്രം ആ ആൾക്കു വേണ്ടി കാണാനും മോഹിക്കാനുമൊക്കെ തുടങ്ങിയ മനസ്സിനെ അവൾ ഒരുപാട് ശാസിച്ചു. വേണ്ട, വെറുതെ അരുതാത്ത മോഹമൊന്നും മനസ്സിൽ കയറ്റി വെക്കേണ്ട. ആളുടെ ഭാര്യ ഇപ്പോഴും എവിടെയോ ഉണ്ട്. ആര്യൻകുട്ടൻ്റെ അമ്മ. ഒരു സുപ്രഭാതത്തിൽ അവർ മടങ്ങി വന്നാൽ തന്നെ ഇന്ദിരാമ്മയും ഏട്ടനുമൊക്കെ ഉപേക്ഷിച്ച് കളയുമോ എന്ന് അവൾ ചിന്തിച്ചു. താൻ വീണ്ടും ആരുമില്ലാത്തവളായി പോകുമല്ലോ. സിന്ധുമ്മയുടെ അടുത്തേക്ക് ഇനിയൊരു മടക്ക്, അത് ചിന്തിക്കാൻ പോലും അവൾക്കാവില്ല. താൻ ഇത്രയൊക്കെ സ്നേഹിച്ചാലും ഒരുപക്ഷെ ആര്യൻകുട്ടന് അവന്റെ അമ്മ മടങ്ങി വന്നാൽ അവരോടായിരിക്കില്ലേ കൂടുതൽ ഇഷ്ടം? വീണ്ടും താൻ അനാഥയായി പോകുമോ എന്നോർക്കും തോറും പാവ ശ്രീനന്ദയുടെ നെഞ്ച് നീറിപ്പിടഞ്ഞു. അവളുടെ ഇരു കണ്ണുകളും അറിയാതെ നിറഞ്ഞു തോളുമ്പി. ഇനി
ഇവരെയൊക്കെ വിട്ടുപോകുന്നതിനെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കവളിലൂടെ ഒലിച്ചിറങ്ങിയ മിഴിനീർ മാറ്റിക്കൊണ്ട് ശ്രീനന്ദ ഇരു കണ്ണുകളും അടച്ച് സീറ്റിലേക്ക് ചാരിക്കിടന്നു. തുടരും.